നമസ്കാരം. ഞാൻ സത്യൻ എടപ്പാൾ, OMR ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് വരികയാണ്. നമ്മുടെ ഈ വ്യക്തിയുടെ പേര് പ്രമോദ് എന്നാണ്. നമ്മുടെ എടപ്പാൾ പൂക്കിരിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നടുവട്ടം പൂക്കിരിത്തറ എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഞാനിപ്പോൾ ആ വീട്ടിലാണ് നിൽക്കുന്നത്. എടപ്പാളിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കഷ്ടിയുണ്ട്. എടപ്പാൾ നടുവട്ടം പൂക്കിരിത്തറ. പ്രമോദ് എന്നാണ് പേര്. അപ്പോൾ ഈ പ്രമോദിന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ബസ് ഡ്രൈവറായിരുന്നു. ഇവിടെ എടപ്പാൾ പ്രദേശങ്ങളിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ബസ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങൾ വന്ന സമയത്ത് ഇദ്ദേഹം നമ്മളെ വീട്ടിൽ ഇരിക്കുകയായിരുന്നല്ലോ, 5-6 മാസമായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന്, 6 ഒരു 4 മാസം മുന്നേ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുഖത്തൊരു നീര് വന്നു. ആ നീര് വന്ന സമയത്താണ് ഇദ്ദേഹം നമ്മുടെ അൻസാർ ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി. മറ്റേ പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അദ്ദേഹം നമ്മുടെ EMS ഹോസ്പിറ്റലിലേക്ക് ഒരു ലെറ്റർ കൊടുത്തു. ഒന്ന് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ 2 കിഡ്നി ഫെയിലിയർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി ഇവിടുന്ന് വിടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ICUലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അവിടെ ICUവിൽ ആഴ്ചകളോളം അവിടെ ICUവിൽ കിടത്തി. അപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാൾക്ക് ഇപ്പോൾ ഒരു 3-4 മാസമായി ഇപ്പോൾ അത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഇയാൾക്ക് ഒരു മാർഗ്ഗമില്ല ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത്രയും വലിയൊരു തുക സമാഹരിക്കണമെങ്കിൽ ഒരു മാർഗ്ഗം ഏകദേശം ഒരു 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ. അപ്പോൾ അതിന് കിഡ്നി മാറ്റി വെക്കണം എന്ന് വെച്ചാൽ ഇവരുടെ വൈഫ് കിഡ്നി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ കഴിയാണ്ട്, ഏകദേശം 9 മാസം 8 മാസമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു ഡൊണേറ്റർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഡൊണേറ്റർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇവരെ സർജറി എത്രയും പെട്ടെന്ന്, ഇവർ 6 മാസമാണ് സമയം കൊടുത്തത്. അപ്പോൾ ഇതിന് ഏകദേശം 3 മാസമായില്ലേ, 3 മാസം കഴിഞ്ഞു. ഇനി ആകെ 3 മാസം സമയം കഷ്ടിയുള്ളൂ, 1 മാസം ഇല്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഭയങ്കര സ്റ്റേജ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആകെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഡയാലിസിസ് ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന നല്ലവരായ എല്ലാ മനുഷ്യന്മാരും, ഇപ്പോൾ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെയാണ്, ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും നിങ്ങൾ ഈ കുടുംബത്തിനെ നിങ്ങളെല്ലാവരും കൈവിടാതെ നിങ്ങൾ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവർക്കെന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് ഈ പ്രമോദ് പറഞ്ഞ വ്യക്തിക്ക് വൈഫും പിന്നെ ഈ ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാണ് അല്ലേ, സോറി ഒരു ആൺകുട്ടിയും ഈ വൈഫും മാത്രമേ ഉള്ളൂ. വേറെ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു പോയതാണ്, ആരുമില്ല. പ്രത്യേകിച്ച് ആരും സഹായത്തിനൊന്നുമില്ല. ഇപ്പം അവരെ സഹായം എന്ന് പറയുന്നത് ഇവരെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നല്ലവരായ ഈ എടപ്പാളിലെ നാട്ടുകാരും ഇവിടുത്തെ ഡ്രൈവർമാരും എല്ലാവരും കൂടി, ഇവരുടെ കൂടെ വരുന്ന സഹപ്രവർത്തകർ ഡ്രൈവേഴ്സും എല്ലാവരും കൂടി, എടപ്പാളിലെ ബസ് ഡ്രൈവർമാർ അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടിയാണ് പിരിച്ചിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ അവർക്ക് ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സുമനസ്സുകൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല മനുഷ്യന്മാരും പിന്നെ നല്ല ഒരു വേണ്ട സഹായങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് താഴ്മയായിട്ട് പറയാനുള്ളത്. കാരണം ഇയാളുടെ സ്റ്റേജ് അത്രയും മോശമാണ്. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഈ ഡൊണേറ്ററെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഒരു പ്രയാസം ഉണ്ടല്ലോ. ഏകദേശം ഡൊണേറ്ററും കൂടി വരുമ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. ഡൊണേറ്ററെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, പുറത്തുനിന്ന് കണ്ടെത്തുകയാണെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കഴിയുന്ന എല്ലാവർക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പിലേക്കും നിങ്ങളുടെ ഫേസ്ബുക്കിലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഉപകാരമാവും, നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ മാത്രം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളായതുകൊണ്ടാണ് മെയിനായിട്ടൊരു വിഷയം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ ഇപ്പം ഞങ്ങളിത് ഒരു 4-5 കുടുംബത്തിന് ഞങ്ങൾ ഭക്ഷണ കിറ്റുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വേറൊരാൾക്ക് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വിഷമത്തിന് മുമ്പേ നമ്മുടെ അടുത്ത് ഈ കേസ് വന്നതാണ്. മൂപ്പരുടെ വിഷമ കാര്യങ്ങൾ കഴിഞ്ഞ ഈ 3 മാസം മുന്നേ തന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറയുകയുണ്ടായി.
അപ്പം ഞാൻ ഈ സംഭവം ഇത് റെഡി ആയിട്ടുണ്ടാവുന്ന കരുതി, പിന്നീടാണ് ഇത് റെഡി ആയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നാട്ടുകാരെ കൂടി പിരിച്ചിട്ടാണ് ഈ ഫണ്ട് ഇവർക്ക് കളക്ട് ചെയ്തിട്ട് പിന്നെ ഇവരെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഡയാലിസിസിന് വേണ്ടിയുള്ള ചിലവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എടപ്പാൾ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത് എൻ്റെ നാടായ എടപ്പാളിൽ തന്നെയാണ്. എൻ്റെ നാട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ എടപ്പാളിലുള്ള ഈ സ്ഥലത്ത് പിന്നെ ഗോപിനാഥ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3500 രൂപയോളം പേർ ഒരു ഡയാലിസിസിന്, ആഴ്ചയിൽ 3 ഡയാലിസിസ് വരുമ്പോൾ ഏകദേശം 10,500 10,000-ൻ്റെ മുകളിൽ ചിലവ് ആഴ്ചയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഈ നാട്ടുകാരാണ് പിരിച്ചിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടർ ചികിത്സയ്ക്കുള്ള പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥ, അപ്പോൾ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവരെ വൈഫിനെ ഒന്ന് വിളിക്കാം. ഇതാണ് അവരുടെ വൈഫ്. ചേച്ചിയുടെ പേരെന്താ? ആ, ശ്രീദേവി. ഈ ചേച്ചി പറയും കാര്യങ്ങളൊക്കെ, ചേച്ചി പറയും. ചേച്ചി കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചോളൂ, എന്തൊക്കെയാ വെച്ചാൽ അവർ പറയാനുള്ളത് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി രണ്ടും തകരാറിലായിട്ട് 4 മാസമായിട്ട് ഡയാലിസിസ് ചെയ്ത് വരികയാണ്. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, പരിഹാരം ഉണ്ടാക്കി തരുട്ടോ. മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആൾക്ക് ആരോഗ്യം ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം നീട്ടി വയ്ക്കാൻ പറ്റില്ല കിഡ്നി മാറ്റി വയ്ക്കുന്നതിന്. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചിലവൊക്കെ പോണത്. ചികിത്സാ ചിലവുകളൊക്കെ ഇനിയിപ്പോൾ അതും കൂടി കിട്ടാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ 3 മാസമായിട്ട് ഇവിടെ ഉള്ളവരൊക്കെയാണ് ചികിത്സക്കുള്ള പൈസ ഒക്കെ തരുന്നത് അല്ലേ? അപ്പോൾ അത് ഏകദേശം കഴിയാനായി. ഇനി തുടർന്ന് ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് സഹായങ്ങൾ ആവശ്യമാണ് എല്ലാവരുടെയും. ഇപ്പം എത്ര ലക്ഷം രൂപയാണ് പറഞ്ഞത്? അത് അവരോട് പറഞ്ഞു കൊടുക്കും. എത്ര വെച്ചാൽ ഡോക്ടർ പറയുന്നത് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനും ബാക്കി ഡൊണേറ്റർക്കും കൂടി ഒരു 40 ലക്ഷത്തിൻ്റെ അടുത്ത് വരും എന്നൊക്കെയാണ് കാണിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞത്. ഏത് ഡോക്ടറെ പറഞ്ഞു? പെരിന്തൽമണ്ണ, തൃശ്ശൂർ, എറണാകുളമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളാണ് ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലായില്ലേ? ഞാനിപ്പോൾ അവരെ വൈഫിനെ കാണിക്കണം എന്ന് കരുതിയതല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വൈഫിനെ മുമ്പേ, കാരണം അവർ പ്രഗ്നൻ്റ് ആണ്. വൈഫിന് മനസ്സിലായില്ലേ? അപ്പോൾ അത് അവരവസ്ഥയിൽ കൂടുന്ന് കാണിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇവരുടെ അവസ്ഥ അത്രയും മോശമാണ്. അപ്പോൾ നമ്മളിവരെ മാത്രം കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താണെന്ന്. അതുകൊണ്ടാണ് അവരെയും കൂടി കാണിച്ചത്. മനസ്സിലാവുണ്ടോ? ഈ ഒരു സാഹചര്യത്തിലൊക്കെ അവർക്ക് അതിന് മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ സ്റ്റേജ് അത്രയും മോശമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പോൾ ഈ കാര്യത്തിന്, ഇത് മുന്നേ എൻ്റെ അടുത്ത് വന്ന കേസായിരുന്നു. പക്ഷെ ഞാനത് മുന്നേ ഇവരെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയ കേസായിരുന്നു. പക്ഷെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോഴാണ് ഞാൻ വീണ്ടും അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഈ കേസ് എന്നെ ഇവിടുത്തെ തൃത്താലയുള്ള ബ്ലോക്ക് മെമ്പർ കോമളയിൽ ഒരു മാഡം ഉണ്ട്. അവരാണ് എന്നെ ഈ കാര്യം വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവരാണ് എന്നെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിൻ്റെ വീട് പറക്കുളം ഭാഗത്താണ്. വൈഫിൻ്റെ വീട് മനമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പടിഞ്ഞാറങ്ങാടി, എടപ്പാൾ പടിഞ്ഞാറങ്ങാടി മനമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടാണ് ഇത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ ഇപ്പോൾ ആളില്ലാത്തതിൻ്റെ പേരിൽ അവരിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഡയാലിസിസ് ഇവിടെ അടുത്താണ്, സൗകര്യം കാരണം ഇപ്പോൾ അവരിവിടെ അങ്ങ് നിൽക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇവരുടെ അക്കൗണ്ട് നമ്പർ, ഇവരുടെ ഫോൺ നമ്പർ എല്ലാം ഞാൻ ഇവിടെ താഴെ നിങ്ങളുടെ ഈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലേക്ക് വേണ്ട സഹായങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു സ്റ്റേജ് മോശമായ ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളവർക്ക് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ വൈഫ് നിങ്ങളോട് സംസാരിച്ചല്ലോ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ മോശമായ അവസ്ഥയാണ്. ഇവർക്ക് ഒന്നുമില്ല, ആരും സഹായിക്കാനുമില്ല. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ബസ്സിലെ ഡ്രൈവർമാരും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരിലെ എല്ലാവരും, ഇവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി സഹകരിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി അവരെ കൊണ്ടും കഴിയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. സത്യനടപ്പം.